സർക്കാരിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒരു ചൊല്ലുണ്ട്. ഈ ഇളിയടത്തൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്? സർക്കാർ വിൽക്കാത്ത കഞ്ചാവ് വലിച്ചവർ സർക്കാർ പരിപാടികളിൽ പങ്കെടുത്ത കാലമാണ്. മുഖ്യമന്ത്രിക്കെതിരെ എസൻസ് ഇല്ലാണ്ട് എത്ര വർഷം വേട്ടടിയത്? ഒരു സാധാരണക്കാരനെ ഒരാൾക്ക് പെട്ടെന്നൊരു പോക്സോ കേസ് വരുമ്പോൾ അയാൾ പതറിപ്പോവും. എങ്ങനെയാണെന്ന് മാനേജ്? അല്ല, ഞാൻ സത്യത്തിൽ എൻ്റെ വാർത്ത ഞാൻ തന്നെ TV കണ്ട ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിൻ്റെ അകത്ത് പൂർണ്ണ വിശ്വാസവും അല്ലെങ്കിൽ കാര്യങ്ങളും ഉള്ളിടത്തോളം ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എന്തായിരുന്നു ആക്ച്വലി ആ ഒരു സീനിൽ എന്താണ് സംഭവിച്ചതെന്നാണ് വിശ്വാസം? അല്ല, ഒന്ന് നമ്മളതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് വരുന്നതിനും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പാടില്ല, കോടതിയുടെ ഇതിലിരിക്കുന്നുണ്ട്. എന്നാലും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ പിന്നെ അല്ലെങ്കിൽ 1-2 ആൾക്കാർ ചേർന്നിട്ട് എൻ്റെ ഈ ഒരു നടന്ന ഫോട്ടോഷൂട്ടിൽ 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുണ്ട്. പുള്ളിക്കാരിയുടെ പാരൻസിനെയും കൊണ്ടൊരു വ്യാജ പരാതി കൊടുപ്പിച്ചു. അത് എന്തിൻ്റെ ഷൂട്ടായിരുന്നു? എന്തിൻ്റെ ഫോട്ടോ? അതൊരു പ്രൊഡക്ഷൻ കമ്പനി എന്നെ വിളിച്ച് ആ കുട്ടിയെ പോലെ തന്നെ ഞാനും വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയതാണ്. ഈ പരാതി കൊടുക്കുന്നതിന് തലേദിവസം ഒരു പ്രോഡക്റ്റ് എന്തായിരുന്നു പറയാം? അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഷൂട്ടായിരുന്നു. പ്രോഡക്റ്റ് എന്തായിരുന്നു പറയാം? ഒരു പ്രൊഡക്റ്റും ഇല്ല. അതിലെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി അവർ ചെയ്തത്. ജാൻ പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി ചെയ്ത അതിലെ ജാൻ പ്രൊഡക്ഷൻസ് എന്ന് എഴുതി കാണിക്കുന്നു. അവരുടെ പ്രൊഡക്ഷനായിട്ടുള്ള ഒരു വീഡിയോ, രസകരമായിട്ടുള്ള വീഡിയോ. ഒരാണും ഒരു കുറേ പെണ്ണുങ്ങളായിട്ടുള്ള വാലന്റൈൻസ് വീഡിയോ ആണ്. അതിനകത്ത് വന്ന ഒരു കുട്ടി ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അത്രേ വന്നത്, ലൈക്ക് 18 years ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് എന്നാണ് നമ്മുടെ ജാൻ പ്രൊഡക്ഷൻസിൻ്റെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്നപ്പം ഈ 2 മാസം കഴിഞ്ഞ് 2.5 മാസത്തിന് ശേഷമാണ് ഈ കേസൊക്കെ വരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് എല്ലാവർക്കും അറിയാം, കുട്ടിയുടെ അമ്മയായിട്ട് ഷൂട്ടിന് വന്നതാണ്. അന്നേരം ഒരു എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം ഒരു കംപ്ലയിൻറ്റ് ആവണമായിരുന്നു. അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് പ്രതീക്ഷിച്ചു ഞങ്ങളത് കാശ് ചോദിച്ചിരുന്നു. ഉണ്ട്, എൻ്റെ ഓഡിയോ ഒക്കെ കണ്ടെടുത്തു, ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. അത് താമസിയാതെ ഈ കേസിന് ശേഷം എൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളുമായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരും. കാരണം ഇപ്പോൾ എനിക്കതിന് പരിമിതികളുണ്ട്. കാരണം കുട്ടി മൈനറാണ്. അപ്പോൾ ഇപ്പോൾ കേസ് കോടതിയിൽ നിന്ന് അത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൂർണ്ണമായി വരും. അപ്പം പിന്നെ എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ഒന്ന് പുറത്ത് കാണിക്കുന്നതിന് കാരണം ഷീസ് എ കൾപ്രിറ്റ്, അല്ലെങ്കിൽ ഹൂവർ ബിഹൈൻഡ് ദീസ് ആൾ ആർ കൾപ്രിറ്റ്സ്. അപ്പോൾ അപ്പോഴൊക്കെ അവരുടെയൊക്കെ പേര് പണം തന്നെയാണ് അതിൻ്റെ പിന്നിൽ ഉദ്ദേശം. പണം, തീർച്ചയായിട്ടും പണം. എന്നിൽ നിന്ന് അവർ അമ്മ വിളിച്ച് ആദ്യം പൈസ ചോദിക്കുന്നു, പിന്നെ മകൾ ചോദിക്കുന്നു. അമ്മ ചോദിച്ചത് ആദ്യം അല്ലാതെ ചോദിച്ചു, പിന്നെ മോള് പറഞ്ഞ് അച്ഛന് സുഖമില്ല പറഞ്ഞാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ ആ പൈസ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ നേരെ ഇതിലേക്ക് വന്നു. പിന്നെ അവർ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ ഇത് കേസ് ഒക്കെ ആയി ചെല്ലുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് കോംപ്രമൈസിന് ചെല്ലും, അല്ലെങ്കിൽ അവരെ കാല് പിടിക്കാൻ ചെല്ലും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് സെറ്റിലാക്കും. നടക്കില്ല. 5 പൈസ ഞാൻ തരില്ല. ഞാനത് ഫൈറ്റ് ചെയ്യും ലീഗലി. കാരണം ഇപ്പോഴേ ഓൾറെഡി കോടതിക്ക് അറിയാം, ഇതിൻ്റെ അറ്റം വരെ പോവും. പിന്നെ ഈ കള്ള കേസ് കൊടുത്തവരെല്ലാം ഇതിൻ്റെ അകത്ത് ഒരു മാതൃകപരമായിട്ടുള്ളൊരു കേസ് തന്നെയായിരിക്കും. നല്ലൊരു ഇതായിരിക്കും. കാരണം ഇതുവരെ വരാത്തൊരു ഇതായിരിക്കും ഇതിൽ വരാൻ പോണത്. കാരണം ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടോ, ആരൊക്കെ കള്ളക്കേസ് കൊടുക്കാൻ കൂട്ട് ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഒന്നും അടങ്ങും എല്ലാവരെയും. മുകേഷ് അന്നാരുടെ പ്രതികാരം എങ്ങനെയായിരിക്കും? എനിക്ക് പ്രതികാരമൊന്നുമില്ല. ഈ നിയമപരമായി പ്രതികരിക്കാനാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒരു ചൊല്ലുണ്ട്, ഈ ഇളിയടത്തൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊന്ന് ആഞ്ഞൊന്ന് ഈ പറഞ്ഞ തുമ്പിയാതെറിയുന്നവരാണ്. പിന്നെ അവരൊന്നും എനിക്ക് ശാരീരികമായോ കായികപരമായിട്ടുള്ള നേരിടാൻ താല്പര്യമില്ല. പക്ഷെ നിയമപരമായി ഞാൻ അതിന് എന്താണ് അതിൻ്റെ ഓപ്റ്റിമം ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഏതറ്റം വരെ. ഇനി നമ്മൾ അവിടുന്ന് അടുത്തൊരു പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയ വിഷയം സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സ്കൂളിൽ അതിഥിയായി വിളിക്കുന്നു മുകേഷൻ. നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്നതിനകത്തെല്ലാം ഉണ്ട്. മുകേഷൻ നായർ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ഒരു സ്കൂളിൽ മുകേഷൻ നായർക്കുള്ള സ്പേസ് എത്രത്തോളം ഉണ്ട് എന്ന് വിശ്വസിക്കും? എൻ്റെ സ്പേസ് സ്കൂളിൻ്റെ സ്പേസ് അല്ല, പിള്ളേരുടെ മനസ്സിലുള്ള സ്പേസാണ്. പിള്ളേർ നമ്മളെ കാണുന്നത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഇതാണ് അവരൊരു ഇൻഫ്ലുവൻസ്. അവർ മദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ 24/7 മദ്യം കാണിക്കുന്ന ആളല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സർക്കാർ ഇതിൻ്റെ വിൽപ്പന നിർത്തിയ ഒരു സാധനമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബ്ലെയിം മീ. സർക്കാർ ഒരു സൈഡിൽ കൂടെ വിൽക്കുന്നു. സർക്കാരിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും അറിയാം മദ്യം, അത് കഴിഞ്ഞ് ലോട്ടറി. ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ലോട്ടറി നിരോധിച്ച് കഴിഞ്ഞാൽ തീർന്നു ഒരു ഭാഗം, മദ്യം നിരോധിച്ച് തീർന്നു, പിന്നെ ഇല്ല. ഇപ്പം ഇപ്പോൾ സ്കൂൾ പരിപാടി അല്ലെങ്കിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കുട്ടികളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുക, ചേട്ടനോടുള്ള ഈ ഒരു ഇഷ്ടം അവർ പറയാണ്, അവർക്കും തോന്നുകയാണ് മദ്യം കൊള്ളാം അല്ലെങ്കിൽ മദ്യപിക്കാൻ മദ്യപിക്കല്ലോ.
അത് നിയമം അത് അനുവദിക്കുന്നുണ്ട്. അല്ല, അതിന് മുമ്പേ അവർക്ക് തോന്നിയാൽ അതിനൊരു കാരണം മുകേഷൻ നായർ ആയാൽ അതിനെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അല്ല, അതിന് നമ്മളുടെ സർക്കാരിന് കൃത്യമായ സിസ്റ്റമുണ്ട്. 18 വയസ്സിന് താഴെയുള്ള ഒരാൾ പോയാൽ മദ്യം വിൽക്കാൻ പറ്റില്ല, കൊടുക്കില്ല. പറ്റൂ? അല്ല, ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള പല കുട്ടികളും മറ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രഗ് അല്ലെങ്കിൽ കഞ്ചാവ് അങ്ങനെയുള്ള പലതും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഇതിന് ചെയ്യുന്നില്ല. അല്ല, അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതും സ്വാഭാവികമായിട്ട് അവൈലബിൾ ആവാമല്ലോ. അല്ലല്ലോ, ഡ്രഗ്സ് പോലെ അല്ലല്ലോ മദ്യം. മദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഡ്രഗ്സൊക്കെ ഇല്ലീഗൽ ആയതുകൊണ്ട് ആരും അറിയാത്ത ചാനലിലൂടെയാണ് ഇത് വരുന്നത്. മദ്യം എല്ലാവരും അറിയുന്ന ചാനലിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഒരു കുട്ടി പോയി അല്ല, ഒരു അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി പോയി മദ്യം ബിവറേജിന് മേടിച്ചാൽ അല്ല അവന് വാങ്ങിച്ചു കൊടുത്താൽ അത് തെറ്റാണ്. അല്ലാതെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി മദ്യം വിതരണം നടത്തിയ ആളല്ലല്ലോ. ഞാൻ 1-2 ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് സർക്കാർ വിൽക്കുന്ന സാധനമല്ലേ, സർക്കാർ വിൽക്കുന്ന സാധനമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. സർക്കാർ വിൽക്കാത്ത കഞ്ചാവ് വലിച്ചവർ സർക്കാർ പരിപാടികളിൽ പങ്കെടുത്ത കാലമാണിത്. അവരെ മുഖ്യാതിഥിയാക്കിയത് അല്ലെങ്കിൽ അവർക്ക് വേദി കൊടുത്ത ഇതുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതിൻ്റെ അകത്ത്. എൻ്റെ പേര് മുകേഷൻ നായർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നു. അത് എൻ്റെ തെറ്റല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾ നേരത്തെ ചോദിച്ചു, നിങ്ങൾ മറ്റേ ഫ്യൂഡൽ ലാൻഡ് ലോഡ് കുടുംബമാണോ, അതെൻ്റെ കുറ്റമാണോ? അല്ല, ഞാൻ ജനിച്ചു പോയില്ലേ അവിടെ. വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പം മന്ത്രിയുടെ പ്രതികരണം, സ്കൂളിലെ പ്രിൻസിപ്പലിന് സസ്പെൻഷൻ തുടങ്ങിയ നടപടികളിലേക്ക് പോവാണ്. അങ്ങനെ മറ്റ് പരിപാടികളിലൊന്നും മുകേഷൻ നായർ ഉൾപ്പെടുത്തരുതെന്നുള്ളൊരു ക്യാമ്പയിൻ പോലെ വരുന്നു. അതിനുശേഷം മറ്റൊരു സ്കൂളിൽ പോയി പരിപാടിയിൽ അറ്റൻഡ് ചെയ്തു, അല്ലേ? അതൊരു പർപ്പസ്ഫുൾ ആക്ട് ആയിരുന്നു. അതല്ല, വിളിച്ചോണ്ട് പോയായിരുന്നു. അപ്പം മന്ത്രിയെ പോലെയുള്ള ഒരാൾ, അപ്പം ഈ പറഞ്ഞ പോലെ സർക്കാർ വിൽക്കുന്ന, സർക്കാരിൻ്റെ റവന്യൂ ഉണ്ടാക്കുന്ന, സർക്കാരിൻ്റെ റവന്യൂ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇയാളെ ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനെങ്ങനെ മന്ത്രിയുടെ പ്രതികരണത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ് മന്ത്രി. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ SFI കാരനായിരുന്നു. അപ്പോൾ SFI കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അന്ന് മുതൽ അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിനോട് എനിക്ക് പേഴ്സണലി ഇത് തോന്നുന്നു. കാരണം ഇങ്ങനൊരു വ്യാജ കേസാണെങ്കിൽ കൂടിയും അത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറി വേറെ അതിക്രമങ്ങളൊന്നും കാണിച്ചല്ലേ, ഒരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ 20-25 മോഡൽസ് നടക്കുന്ന പരിപാടിയിടയിൽ ആ ഷൂട്ടിന് വന്നു, ഷൂട്ടിന് ഞാൻ തിരിച്ചു പോകുന്നു. അതിനകത്ത് വേറെ ഒന്നും സംഭവിച്ചു. ഇത്രയും ഈ പരാതി കൊടുത്ത പെൺകുട്ടി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു കേസിൽ വ്യാജ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ഒരു സ്കൂളിലേക്ക് വിളിക്കുന്നു. അപ്പം അയാളുടെ കേസിൻ്റെ വിധി വരുന്നവരെയെങ്കിലും അയാളെ പ്രതി എന്ന് വിളിക്കുന്നത് ഒഴിവാക്കാമായത്. കാരണം പോക്സോ കേസിലെ പ്രതി എന്നാണ് എല്ലാവരും പറയുന്നത്. അത്രയുള്ളൂ. നാളെ മന്ത്രിക്കെതിരെ ആരെങ്കിലും ഒരു പരാതി കൊണ്ടുവരുന്നത്, പുള്ളിക്കെതിരെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ എത്ര മുഖ്യമന്ത്രിക്കെതിരെ SNC ലെവലിൽ എത്ര വർഷം വേട്ടയാടി അദ്ദേഹത്തെ. അദ്ദേഹം നിരപരാധിയായി അദ്ദേഹത്തെ വേട്ടയാടിയില്ല. അപ്പോഴും നമ്മളും വാർത്തയിൽ കേൾക്കുമല്ലോ, SNC ലെവലിൻ കേസിലെ മുഖ്യപ്രതിയായി. അതൊക്കെ എല്ലാവർക്കും എതിരെ വന്നിട്ടുള്ളതാണ്. പക്ഷേ പോക്സോയുടെ ഇൻറ്റൻസിറ്റി വേറെയാണ്. ഇതുപോലുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഉണ്ടായിരുന്ന കേസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറ്റ് മന്ത്രിമാർക്ക് ഉണ്ടായിരുന്ന കേസുള്ള ഇൻറ്റൻസിറ്റി വേറെയാണ്. പക്ഷേ ഇത് ആർക്കെതിരെ എപ്പോഴും വേണമെങ്കിലും വരാമെന്നുള്ളത്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണമായിട്ട് സരിത വന്നിരുന്നു. കോടതി അദ്ദേഹത്തെ നിരുപാധികം വിട്ടയച്ചു. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ള അതിന് തെളിവുകളില്ല. ഒരു സംഭവം നടന്നെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാവണം, അല്ലേ? എവിടെയെങ്കിലും തെളിവുകൾ, അല്ലെങ്കിൽ സാക്ഷി ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാതിരിക്കുമ്പം പിന്നെ ഒരാളെ നമ്മൾ കുറ്റക്കാരനാക്കാൻ പറ്റില്ല. അതാണ്. ഇനി മുമ്പോട്ടുള്ളൊരു സ്റ്റെപ്സ് എന്തൊക്കെയാണ്? മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും മുമ്പോട്ടാണ് വെക്കുന്നത്. കാരണം കുറച്ചും കൂടെ കോഷൻ ഉണ്ടായോ, അത് ഇനി കുറച്ചും കൂടെ കരുതി മുമ്പോട്ട് പോകും? ഒരിക്കലും അല്ലേ. കാരണം ഇതൊരു, നമ്മൾ എത്ര കരുതി മുന്നോട്ട് പോയാലും നമ്മളെ ട്രാപ്പ് ചെയ്യണമെന്ന് ഒരാൾ വിചാരിച്ചാൽ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ നിയമസംഹിതയിൽ വിശ്വാസമുണ്ട്, ഉറപ്പായ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട്. കാരണം മെറിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു പക്ഷേ ഒരുപാട് കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നിരപരാധി ശിക്ഷിച്ച ഒരു ചരിത്രം ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് നിരപരാധികളൊന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് നിയമത്തിന് അറിയാം, അതിൻ്റെ ഒരു നിരപരാധിയാണെങ്കിൽ അതിന് നിരുപാധികം വിടുമെന്നുള്ളതാണ്. പക്ഷേ അതിനൊരു കുഴപ്പവും ഇത് തന്നെയാണ്. ഈ ഒരു നിയമസംഹിത, നമുക്കൊരു കേസ് കൊടുത്താൽ FIR ആവുന്നു, അത് ഉടനെ വാർത്തയാവും. പക്ഷേ ആ വാർത്തയാക്കുന്നതിന് മുമ്പേ അത്, അല്ലെങ്കിൽ ഇതുപോലെ ഈ അതിജീവിത പോലെ അവനും അതിജീവിതനാവണം. ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിനൊരു പ്രൈവസി വേണം. എന്നിട്ട് കുറ്റക്കാരനായതിനു ശേഷം
പുള്ളിയുടെ വിവരങ്ങളോ ഇതൊക്കെ പുറത്തു വിടാം. പക്ഷെ അതുവരെ ഒരാളെ കേസ് തെളിയുമ്പം നമ്മൾ എവിടെയും ഫ്രണ്ട് സ്ക്രീനിൽ ഇല്ല എന്നുള്ളതാണ്. അതെ അതൊക്കെ വാർത്ത. പക്ഷെ ഞാൻ ശക്തമായി എൻ്റെ കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വരും. ഏറ്റവും അടുത്ത ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ ഫ്രണ്ട്സിൽ ഏറ്റവും അടുത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഇൻഫ്ലുവൻസർ ഫ്രണ്ട്സിൽ അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോൾ ഫുഡ് ട്രാവൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇനി ഒരാൾ ഇന്ന ആൾ എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഇപ്പം ഒരു പ്രാർത്ഥനയൊക്കെ നമ്മളുമായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ഒരു വളരെ അടുത്ത ഇപ്പം സുജിത്ത് ഏട്ടനുണ്ട്, ലക്ഷ്മി നായരുണ്ട്, പിന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. മുകേഷൻ നായർ എന്ന പബ്ലിക് ഫിഗർ പബ്ലിക്കിന് നൽകുന്നൊരു മെസ്സേജ് എന്തായിരിക്കും? ആക്ച്വലി നമ്മൾ ആരായാലും ഇപ്പം അൻസിലായാലും ഞാനായാലും ഈ ഒരാൾക്ക് ഒരു പബ്ലിക്കിനൊരു മെസ്സേജ് കൊടുക്കാൻ അർഹനാണോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 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 ഇത് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബില്യണർ ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഓരോ ലൈഫ് സ്റ്റൈലാണ്. അവർക്ക് കോമൺ ആയിട്ടൊരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്കിപ്പം മുകേഷ് നായരിന് പറയാൻ പറ്റുന്നത് വ്യാജ കേസുകൾ എങ്ങനെ പോരാടി ജയിക്കാം എന്ന് എന്നെ കണ്ട് പഠിക്കാം. കാരണം ഒരാൾക്ക് വരാവുന്നതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി ആരോപണമാണ് പോക്സോ. അത് എന്നെ തളർത്തിയില്ല, കാലിടറിയില്ല. എനിക്കെതിരെ കേസ് വരുന്ന 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അതിൻ്റെ സകല തെളിവുകൾ വെച്ച് സോഷ്യൽ മീഡിയയിൽ എൻ്റെ വീഡിയോ ഇടുന്നു. അപ്പോൾ തന്നെ ഞാനത് ക്ലാരിഫൈ ചെയ്തു. പിന്നെ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കി കോടതി എനിക്ക് മുൻകൂർ ജാമ്യം തന്നു. ഫോൾസ്ലി അലീഗഡ് ആൻഡ് ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റെഫറൻസിലാണ് എനിക്ക് ജാമ്യം തരുന്നത്. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. പോക്സോ കേസുകളിൽ സാധാരണ ജാമ്യം കൊടുക്കില്ല. കാരണം കോടതി അത്രയും മെറിറ്റ് ഉണ്ടെങ്കിൽ, അത്രയും ഇൻറ്റൻസിറ്റിയും ഗ്രാവിറ്റിയും ഉള്ള കേസാണ് പോക്സോ. അതിൽ ജാമ്യം തന്നത് ഈ പറയുന്നത് മെറിറ്റ് ഉള്ളതുകൊണ്ടാണ്. അതെങ്ങനെ ഫൈറ്റ് ചെയ്യണം എന്ന് 3 ഞാനിപ്പോൾ പഠിച്ച് കാരണം എന്താണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആൾക്കാർ എന്നെ തേടി വരുന്നത്. ഇപ്പോൾ ഒരുപാട് രാവിലെ പോലെ ഇപ്പം പ്രൊമോഷൻ ഇനോഗ്രേഷൻസിന് വരുന്ന കോള് പോലെ തന്നെ എനിക്കിപ്പോൾ ഈ നിയമോപദേശമോ അല്ലെങ്കിൽ ഇതുപോലുള്ള റെഫറൻസുകൾ ചോദിച്ച് വിളിക്കാൻ തുടങ്ങിയ കേട്ടാ എന്ത് ചെയ്യണം. പിന്നെ ഒരു രാഹുൽ ഈശ്വറിനെ പോലെ നല്ലൊരു സുഹൃത്തിനെ കിട്ടി. നമ്മൾ ഈ മെൻസ് കമ്മീഷൻ പിന്നെ മെൻസ് അസോസിയേഷനായിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ എനിക്ക് അതിനോടൊക്കെ പുച്ഛമായിരുന്നു. ആണോ? ഞാനൊരു സ്ത്രീപക്ഷ ചിന്തകരായിരുന്നു. കാരണം എനിക്കൊരു മോളാണെന്ന്. ഇപ്പം അതൊക്കെ മാറി. കാരണം സ്ത്രീകളെക്കാൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് പുരുഷന്മാരാണ്. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം എൻ്റെ ഈ കേസിൻ്റെ വിക്ടറി അത് വലിയ മെസ്സേജ് ആയിരിക്കും. അതിലൂടെ എനിക്ക് വലിയ മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഇതുവരെ എനിക്ക് മെസ്സേജ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു കേസിൽ എൻ്റെ സക്സസ് എനിക്ക് 100% സക്സസ് ഉണ്ടാകുന്നുള്ളൂ. ഞാനൊരു പ്രസ് മീറ്റ് വിളിച്ചൊരു ഓപ്പൺ ചലഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ ഞാൻ കുറ്റക്കാരനായി കണ്ടെത്തുകയാണെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് ഞാൻ അവിടെ എൻഡ് ചെയ്യുന്നു. എൻ്റെ സോഷ്യൽ മീഡിയ എല്ലാ അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഈ പരിപാടി വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും കോൺഫിഡൻസ് ആണ് എനിക്ക്. ആ കോൺഫിഡൻസ് കൊണ്ടാണല്ലോ നമ്മളിതൊക്കെ പറയുന്നത്. ദുബായ് ആണോ കേരളമാണോ ഏറ്റവും കംഫർട്ടബിൾ? എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ കേരളം, ട്രിവാൻഡ്രം. ഇപ്പം ഈ ഒരു അലിഗേഷൻ ദുബായിലാണ് വന്നിരുന്നെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാറ്? ദുബായിൽ ഒന്നാമത് ഇങ്ങനത്തെ അലിഗേഷൻ ഒന്നും വരില്ല. കാരണം അവിടെ ഈ ഒരു നമ്മുടെ കണക്കുള്ള നിയമമല്ല അവിടെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ പറയുന്ന കൃത്യമായി ഇപ്പം ഒരു ഫോട്ടോഷൂട്ട്, ഒരു വീഡിയോ ഷൂട്ട് എടുക്കുമ്പം എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ എങ്ങനെയെങ്കിലും അവർക്ക് റീച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇനിയും ഫർദർ ഷൂട്ടുണ്ടെങ്കിൽ വിളിക്കണേന്ന് പറഞ്ഞ് എനിക്ക് കുട്ടി അയച്ച മെസ്സേജും അല്ലെങ്കിൽ നമ്മുടെ ജാൻ പ്രൊഡക്ഷൻസിൻ്റെ MD അയച്ച മെസ്സേജൊക്കെ നമ്മുടെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട്. ഇനിയും ഉണ്ടെങ്കിലും വിളിക്കണേ എന്തെങ്കിലും. ഇതിന് ശേഷം ഒരുപാട് വർക്കുകൾ കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷം വരുന്ന കോൾ റെക്കോർഡിങ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് 2.5 മാസം കേസ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പം ഫാമിലിയിൽ നിന്നുള്ളൊരു റെസ്പോൺസ് എന്തായിരുന്നു? വൈഫ് എന്ന് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു? മകള്, അമ്മ? ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു. കാരണം നമ്മളെ ഇന്നാണ്ടായിട്ട് അറിയാമെന്നുള്ള. കാരണം ഇതിനകത്ത് എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷൂട്ട് നമ്മൾ ചെയ്തതിൻ്റെ എൻ്റെ ഫൂട്ടേജ് എൻ്റെ അടുത്ത് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് ഇതെല്ലാം നമ്മൾ വീട്ടിൽ കാണിക്കുന്നതാണ്. എല്ലാ വീഡിയോസും നമ്മളെ അപ്പം എല്ലാവരും ഫുൾ വൈഫ് എല്ലാ വീഡിയോസും കാണാറുണ്ട്. അമ്മ എന്ത് പറഞ്ഞു? ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു, ഇങ്ങനെ ഇല്ല അവർക്ക് ഫൈറ്റ് ചെയ്യണമെന്നുള്ള ഇതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ്. അമ്മ കുറച്ച് ബോൾഡാണ്. ബോൾഡാണ്. ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്ത് മുന്നോട്ട് പോകുമോ അതോ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും?
എനിക്ക് ജനങ്ങളുടെ വിശ്വാസം ആവശ്യമാണ്. കാരണം ഈ ഒരു കാര്യത്തിൽ ഇതൊരാളുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും എപ്പോഴും വരാമെന്നുള്ളൊരു കേസാണ്. അതെന്നല്ലേ, ഒന്ന് അവർ ലൈവ് ലൈറ്റിലുള്ളവരാണെങ്കിൽ 10 പേർ അറിയും, അല്ലെങ്കിൽ അവർ പോപ്പുലർ ആണെങ്കിൽ വലിയ വാർത്തയാവും. സാധാരണക്കാരനാണെങ്കിൽ വലിയ രീതിയിൽ വാർത്തയുള്ളൂ, ഒരു ചെറിയൊരു കുളം വാർത്തയായി വീട്ടിൻ്റെ 4 വർഷത്തുള്ളവർ മാത്രം അറിഞ്ഞ് അതിലേക്ക് ഒതുക്കും. അത്രയ്ക്കും ഇതിലുള്ള ആളാണ്. ഇതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ സിദ്ദിഖിക്ക് അഗേൻസ്റ്റ് ആയിട്ട് കേസ് വന്നു. ഒരു പെണ്ണ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. പുള്ളി അത് നിരപരാധിയാണെന്ന് ഒരു വർഷം എടുത്ത് തെളിഞ്ഞു വരാം. നിവിൻ പോളിക്കെതിരെ കേസ് വന്നു. ആ സമയത്ത് നിവിൻ പോളി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ സമയത്ത് കൊച്ചിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു. അതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? സമയമെടുത്തു. അത് കഴിഞ്ഞിട്ട് വിജയ് ബാബുവിനെതിരെയോ ഷിയാസ് കരീമിനെതിരെയോ ഇതെല്ലാം അവർ നിരപരാധികളായിട്ട് പിന്നീട് തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ എൻ്റെ കേസിൽ ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഞാനത് പിക്കോട്ടിരിക്കുന്നത്. കാരണം തെളിവുകൾ നമ്മുടെ കയ്യിലുള്ള എല്ലാം ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് കേസാണ്. ആക്ച്വലി ഒരു മണി ഓറിയൻറ്റഡ് ഹണി ട്രാപ്പ് ബ്ലാക്ക് മെയിലിംഗ്, പിന്നെ ഇതിൻ്റെ ഒരു കോൺസ്പിറസിയൊക്കെ ഉള്ളൊരു കേസാണ്. രസകരമായിട്ടുള്ളൊരു കേസാണ്. ചില ഇൻഫ്ലുവൻസേഴ്സ് വേറൊരു ഇൻഫ്ലുവൻസറിനെ തകർക്കാനായിട്ട് കോൺസ്പിറസി ചെയ്യുന്നു. അതിനൊരു അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള പെൺകുട്ടി ഉപയോഗിക്കുന്നു, അതിൻ്റെ അമ്മയെ ഉപയോഗിക്കുന്നു, അത് വെച്ച് കേസ് കൊടുക്കുന്നു. പിന്നെ കുറച്ച് ആൾ പുള്ളിക്ക് കുറച്ച് ഡാമേജ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. അതിന് ഇനിയിപ്പോൾ അടുത്ത് 1000 ഇനോഗ്രേഷൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 വർഷം കൊണ്ട് പുള്ളി 2 വർഷം കൊണ്ട് ഇനി വീണ്ടും 1000 കഴിയുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ടായതുകൊണ്ടുള്ളൊരു ഫലമാണ്. ഞാൻ എന്നെ വിളിക്കുന്നുണ്ടല്ലേ പോകുന്നത്, അല്ലാതെ ഇപ്പോഴും വിളിക്കുന്നുണ്ട് ഇത്രയും കേസുകളായിട്ട്. അപ്പോൾ അവരോട് നമ്മൾ എന്ത് പറയണം വിളിക്കുന്നവരോട്? ഇപ്പോൾ മറ്റന്നാൾ ഒരു ജിമ്മ് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അവരെന്നെ ഇനോഗ്രേഷൻ വിളിച്ചപ്പോൾ അവർ പറയുക അവർക്ക് ഇതുപോലൊരു 3-4 വർഷം മുമ്പ് സിമിലർ ഇൻസിഡൻറ്റ് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല, ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്ക് അറിയാൻ ചേട്ടാ എന്താണ് എൻ്റെ സംഭവമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ലോട്ടറി 25 കോടി രൂപ ലോട്ടറി അടിച്ച ആളാണ് അനൂപ്. അനൂപിന് മോഹൻലാലിനെ കൊണ്ടുവരാം, ഹണി റോസിനെ വേണമെങ്കിൽ കൊണ്ടുവരാം, ദുൽഖർ സൽമാൻ, ഇവരെല്ലാവരെയും കൊണ്ടുവരാനുള്ള കാശ് അയാളുടെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനാടെ മുകേഷ് വന്നായിരുന്നു, നിനക്ക് വേറെ ആരെങ്കിലും വിളിച്ചുകൂടെ? ഞാൻ ഒന്നാമതൊരു കേസിൽ പ്രതിയായിട്ട് പേര്, നിനക്ക് നാളെ രാഷ്ട്രീയമായ ശത്രുക്കളുണ്ടാവും, മറ്റ് ദേശീയങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ചേട്ടാ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് നിങ്ങളെ വിളിക്കുന്നത്. എന്ന് വർഷങ്ങളായിട്ട് നിങ്ങളെ വീഡിയോ കാണുന്ന ആളാണ്. നിങ്ങളുടെ ഒരു എന്നെ എല്ലാവരും ഇനോഗ്രേഷന് വിളിക്കുന്നത് ഞാനെന്ത് വേറെ സ്റ്റാർ വാല്യൂ കണ്ടിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു നമ്മൾ പോയി തൊടുന്നതെല്ലാം നന്നായി വന്നിട്ടുണ്ട്, ഒന്നും മോശപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രാർത്ഥനയും ഐശ്വര്യം അവന് വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി. അപ്പോൾ ഞാൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവിടെ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനൽസ് വന്നു. അവർ ചോദിച്ചായിരുന്നു ചേട്ടന് വേണമെങ്കിൽ ഹണി റോസിനെയോ അന്നരാജനെയോ ഒക്കെ കൊണ്ടുവരാമായിരുന്നല്ലോ, ദുൽഖർ സൽമാനെ കൊണ്ടുവരാമായിരുന്നല്ലോ, എന്തുകൊണ്ട് മുകേഷ് നായർ? അവർ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് നിനക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ നീ എന്താ? അപ്പോഴാണ് അവിടെ ആ ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പുള്ളി പറഞ്ഞ മറുപടിയാണ്. പുള്ളി അത്ര വളരെ പോസിറ്റീവായിട്ട് പുള്ളിക്ക് ഈ പറയുന്ന കണക്ക് ഈ എന്താ 2-3 ഇൻഫ്ലുവൻസേഴ്സൊക്കെ പുള്ളി വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്ത് ചേട്ടാ പുള്ളിക്ക് കേസൊക്കെ ഉള്ളതല്ലോ, പുള്ളി ഒഴിവായിക്കോട്ടെ, വേണമെങ്കിൽ ഞങ്ങൾ വരാറിയാവുമല്ലോ. ഞങ്ങൾ വരാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം ഫുഡ് ബ്ലോഗറാണ്. അപ്പം ഈ കുസീൻസിനെ പറ്റി പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുസീൻ ഏതാ? എനിക്ക് തോന്നുന്നത് മലയാളി നാടൻ ഭക്ഷണത്തിനാണ്. നാടൻ പഴങ്കഞ്ഞി എല്ലാം നാടൻ ഭക്ഷണങ്ങളെല്ലാം ഇഷ്ടമാണ് പൊതുവേ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ ടർക്കിഷ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടർക്കിയിൽ പോയിട്ടുണ്ട്. യൂറോപ്പിലൊക്കെ കറങ്ങിയതിൽ എനിക്ക് ഏറ്റവും പിന്നെ കാൻസിൽ കുറേ നല്ല പബ്സിൽ കുറേ നല്ല ഫുഡൊക്കെ, യൂറോപ്യൻ പബ്സിലെ സ്നാക്സൊക്കെ ഭയങ്കര കിടിലോ ആണല്ലേ. നമ്മളാണ് ഇവിടെ ബിയറിനോടൊപ്പം ബീഫ് ഫ്രൈയും അല്ലെ ചിക്കൻ ഫ്രൈ ഒക്കെ. അവിടെ ഈ പിസ്സാസും അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇതുപോലെ ഡ്രിങ്ക്സിൻ്റെ കൂടെയൊക്കെ അവർ എടുക്കുന്നത്. ഭയങ്കര രസമാണ്. വേറൊരു പാസ്താസ്, പിസ്സ, വലിയൊരു പിസ്സ മേടിച്ചിട്ട് കുറേ പേര് ഒരുമിച്ചിരുന്നിട്ട് വലിയൊരു പിക്ചർ ബിയറൊക്കെ പറഞ്ഞിട്ട്, ഗ്ലാസ് ഡ്രോട്ട് ബിയർ അല്ല പിക്ചർ ബിയറൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു വേറൊരു ഫീലാണ്. അങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇനോഗ്രേഷന് പോകുമ്പോൾ ഇപ്പം ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ഇനോഗ്രേഷൻസ് ഒക്കെ വരും. രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, ചിലപ്പോൾ വൈകിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകും. അപ്പം ഈ കണ്ടിന്യൂസ് ഫുഡ്, പല തരത്തിലുള്ള ഫുഡുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്ര റെഗുലറായിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്? ബ്ലഡ് എല്ലാ 3 മാസത്തും ഞാൻ ടെസ്റ്റ് ചെയ്യും. എന്താ അവസ്ഥ? എന്താ എല്ലാം വളരെ നല്ല അവസ്ഥയാണ്. വളരെ നല്ല അവസ്ഥയാണ്. ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും, വർക്കൗട്ട് ചെയ്യുന്നു. ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു സാധനം ദൈവം സഹായിച്ച് ടച്ച് വുഡ് ഇതുവരെ ബോർഡർ ലെവൽ പോലും ഇല്ല, ബോർഡർ ലെവലിൻ്റെ അടുത്ത് പോലും ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് വരികയാണ്. നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയി എന്നാണ് എൻ്റെ വിശ്വാസം.
വിവാദങ്ങളും വിഷയങ്ങളും എല്ലാം അടങ്ങട്ടെ. ഇപ്പം നിലവിലുള്ളതിൽ നിന്നും കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ പറ്റട്ടെ. എല്ലാ പ്രാർത്ഥനയും ജനങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യട്ടെ. ഒരുപാട് ഇൻഫ്ലുവൻസിങ് വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാം? ഓഡിയൻസിനോട് എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്, എൻ്റെ കാര്യമല്ല, നിങ്ങൾക്കറിയാവുന്ന ആർക്കെതിരെയും എപ്പോഴും വേണമെങ്കിലും ഒരു കള്ളക്കേസ് വരാം. അപ്പം അവരെ എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം കള്ളക്കേസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും, അല്ലെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഒരാളെ, നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു കേസ് വന്നു എന്ന് പറഞ്ഞ ഒരാളെ ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യരുത്. ആ കേസ് വ്യാജമാവാം, അത് തെളിയുന്നവരെ എങ്കിലും ഈ പ്രതി ചേർക്കപ്പെട്ട ആളെ കുറ്റക്കാരനായി നിങ്ങൾ കാണരുത്. ഒരാളോട് വേറൊരാൾക്കുള്ള പ്രതികാരം അല്ലെങ്കിൽ അസൂയ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഒക്കെ തീർക്കാനായിട്ട് കള്ളക്കേസുകൾ കൊടുക്കരുത്. അങ്ങനെ കൊടുത്ത് ആകപ്പെട്ടാൽ അവരെ നമ്മൾ ഈ കോടതി തെറ്റുകാരനാണെന്ന് പറയുന്നവരെ നമ്മളെ അവരെ ശിക്ഷിക്കരുത്. അത്രേ എനിക്ക് പറയാം. താങ്ക് യു സോ മച്ച്.